2 വയസ്സായിട്ടും നിങ്ങളുടെ കുട്ടികൾ കാര്യമായിട്ടൊന്ന് സംസാരിച്ചു തുടങ്ങിയിട്ടില്ലേ? നിങ്ങളുടെ അയൽക്കാരുടെ കുട്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളുടെ കുട്ടിയോ ഒക്കെ അവർ പല പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, പല പല പുതിയ വാക്കുകൾ പറയുന്നുണ്ട് ഒക്കെ വരുമ്പോ പക്ഷെ നിങ്ങളുടെ കുട്ടി മാത്രം അങ്ങനെ കാര്യമായിട്ട് പുതിയ വാക്കുകളൊന്നും പറയുന്നില്ല. നമുക്കൊരു കഥ പറഞ്ഞു തുടങ്ങാം. നമുക്ക് ഒരേ പ്രായത്തിലുള്ള ആദിനെയും അർജുനെയും പരിചയപ്പെടാം. നമ്മൾ ആദ്യാണെങ്കിൽ 1 വയസ്സായപ്പോ തന്നെ അമ്മ, അച്ഛ, വെള്ളം, ബൈ ബൈ എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ ആള് പറഞ്ഞു തുടങ്ങി. അതുപോലെ തന്നെ കൊച്ചു കൊച്ചു സെന്റൻസുകളൊക്കെ ആള് പറയാനും ഒക്കെ തുടങ്ങി. പക്ഷെ നമ്മുടെ അർജുൻ ആണെങ്കിലോ കാര്യമായിട്ട് ഒന്നും പറയുന്നില്ല. 1 വയസ്സായിട്ടും ആളൊന്നും അങ്ങനെ പറയുന്നില്ല. ഒക്കെ ആയിട്ട് ആളിങ്ങനെ വെറുതെ കളിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനെ കാര്യമായിട്ടുള്ള വാക്കുകളൊന്നും പറയുന്നില്ല. ഇവർക്ക് രണ്ടുപേർക്കും 2 വയസ്സായപ്പോഴത്തേക്കും നമ്മുടെ ആദ്യാണെങ്കിൽ രണ്ട് വാക്കുകൾ ചേർത്തിട്ടുള്ള കാര്യങ്ങൾ, ഇതുപോലെ അമ്മ, വാ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അത് മുട്ടായി വേണം എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി. സെന്റൻസുകളൊക്കെ രൂപീകരിക്കാൻ തുടങ്ങി. പക്ഷെ നമ്മുടെ അർജുൻ അപ്പോഴും 2 വയസ്സായിട്ടും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ ആൾക്കാർ വിളിക്കുമ്പോ തിരിഞ്ഞു നോക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണമെങ്കിൽ അത് പോയിന്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. എനിക്കത് വേണം എന്നുള്ള രീതിയിലൊക്കെ ആൾ പറയുന്നില്ല, പക്ഷെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്തരത്തിലാണ് പോകുന്നത്. അപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ 2 കുട്ടികളുടെ വളർച്ചയും ഒരുപോലെയാണോ? അതോ ഇവർക്ക് 2 പേർക്കും എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രോബ്ലം ഉണ്ടോ? അതോ ഇതിൽ ഏതെങ്കിലും ഒരു കുട്ടിക്കാണോ ഒരു സ്പീച്ച് ഡിലേ അല്ലെങ്കിൽ അവർക്ക് ഒരു ഡെവലപ്മെന്റൽ ഇഷ്യൂ ഉള്ളത്? അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഡെവലപ്മെന്റൽ ഇഷ്യൂസ് 2 ഡിഫറെന്റ് കുട്ടികൾക്ക് വരുന്നതെന്ന് നമുക്ക് അറിയാം. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നേ, ഈ 2 കുട്ടികളുടെയും വളർച്ച ഒരുപോലെയാണോ? അതോ ഇതിൽ ഏതോ ഒരു കുട്ടിക്ക് എന്തെങ്കിലും വളർച്ചയിൽ ഒരു പ്രശ്നമുണ്ടോ? അതെ അല്ലേ? നമ്മൾ പറഞ്ഞ കുട്ടി ബി അല്ലേ, അർജുന് എന്തോ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അവന്റെ വളർച്ചയിൽ. അപ്പൊ നമുക്ക് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുക എന്നുള്ളത് നമുക്കൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സംസാരിച്ചു തുടങ്ങണമെങ്കിൽ ആ കുഞ്ഞിന്റെ ബ്രെയിനിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കണം. എങ്കിൽ മാത്രമേ ഒരു സംസാര ശേഷി കറക്റ്റ് ആയിട്ട് ആ കുഞ്ഞിന് നടക്കത്തുള്ളൂ. കാരണം നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് വായിൽ നിന്നാണ് സംസാരം തുടങ്ങുന്നതെന്ന്. എന്നാലല്ല, ചെവിയിൽ നിന്നാണ് സംസാരം തുടങ്ങുന്നത്. ശബ്ദങ്ങൾ കേൾക്കുന്നു, കേട്ടത് തിരിച്ചറിയുന്നു, ഇതെല്ലാം ബ്രെയിനിലേക്ക് കൊണ്ടുവരുന്നു. ബ്രെയിനിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ബ്രെയിൻ മനസ്സിലാക്കുന്നു. കേട്ട വാക്കുകളുടെ അർത്ഥം കറക്റ്റ് ആയിട്ട് കിട്ടണം. അതുപോലെ തന്നെ പുതിയ പുതിയ സെന്റൻസുകൾ രൂപീകരിക്കണം. ഇതെല്ലാം ആ ഒരു ബ്രെയിനിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നീട് എന്ത് ചെയ്യുക? കുഞ്ഞിനെ അത് ഓർമ്മിപ്പിക്കണം. പുതിയ പുതിയ സിറ്റുവേഷൻസ് വരുമ്പോൾ അത് ഇന്നതാണ് എന്നുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണം. പുതിയ വസ്തു കാണുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഓർമ്മ വരണം. അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ പറയുന്നത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അമ്മയും അച്ഛനും ഒക്കെ സംസാരിക്കുന്നത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ മാത്രമേ പിന്നീട് അത് വായിലൂടെ ഒരു സംഭാഷണമായി പുറത്തേക്ക് വരുള്ളൂ. അപ്പോഴും നാവ്, ചുണ്ട്, താടി എന്നിവയുടെയൊക്കെ ശരിയായ ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമേ ശബ്ദം പുറത്തേക്ക് വരുന്നുള്ളൂ. അപ്പൊ ഈ ഒരു 4-5 സിറ്റുവേഷൻസും കറക്റ്റ് ആയിട്ട് നടന്നാൽ മാത്രമേ ഒരു കുഞ്ഞ് സംസാരിക്കാനായി തുടങ്ങുള്ളൂ. ഇതാണ് ഏറ്റവും വലിയ ഒരു മൈൽ സ്റ്റോൺ ആയി നമ്മൾ കണക്കാക്കുന്നത്. ഇനി പ്രധാനമായിട്ടും ഈ ഒരു സ്റ്റേജസിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേൾവിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടിക്ക് സംസാരത്തിനും ഒരുപാട് വൈകാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് സംസാര ശേഷി പോലും ഉണ്ടാവാറില്ല. കാരണം അവർക്ക് കേട്ടാൽ മാത്രമേ അവർക്ക് എന്താണ് വാക്കുകളെന്നും എന്താണ് ഭാഷയെന്നും അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കേൾവിക്ക് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം. അതുപോലെ തന്നെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അതും ശരിക്കും ബ്രെയിനിൽ കറക്റ്റ് ആയിട്ട് ഈ ഒരു ശബ്ദങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ വരികയും അല്ലെങ്കിൽ ആ ശബ്ദങ്ങൾ തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്ത് ഒരു സംഭാഷണമായി പുറത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്യുകയാണെങ്കിൽ പോലും കുട്ടികൾക്ക് സംസാരശേഷി നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ അവർക്കത് ഡിലേ ആവാനോ ഉള്ള ചാൻസസ് ഉണ്ട്. അത് മാത്രമല്ല, കുട്ടികളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ, നിങ്ങൾ കുറച്ച് കാർട്ടൂൺസ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടം ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതിനുശേഷം അവരിരുന്ന് തനിയെ കളിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നോക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയുള്ള കുട്ടികളിലും സ്പീച്ച് ഡിലേ വരാനുള്ള ചാൻസസ് വളരെ ഏറെയാണ്. കുട്ടികളോട് നമ്മൾ എത്രത്തോളം ഇന്ററാക്ട് ചെയ്യുന്നു അത്രത്തോളം വളരെ ഈസി ആയിട്ട് അവരെ ലാംഗ്വേജ് പഠിക്കുകയും അവർ സംസാരശേഷി വളരെ നന്നായിട്ട് പുരോഗമിക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ ഇതൊന്നുമല്ലാതെ മറ്റ് ചില പ്രശ്നങ്ങളുമുണ്ട്. ഓട്ടിസം പോലെയുള്ള മറ്റ് ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്കും അവർക്ക് ചിലപ്പോൾ സംസാരശേഷി തീരെ ഉണ്ടാവില്ല. വളരെ 1-2 വാക്കുകൾ മാത്രമായിരിക്കും അവർ പറയുന്നത്.
കൂടുതലും അവരുടെ ആക്ഷൻസിലൂടെയൊക്കെ ആയിരിക്കും അവരുടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ നോക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും ഉണ്ടാവാം. പിന്നെ ചില കുട്ടികളിൽ നോർമലി കുറച്ച് വൈകിയായിരിക്കാം അവരുടെ പല ഡെവലപ്മെന്റ്സും. അത് സ്പീച്ചിന്റെ മാത്രമല്ല, അവരുടെ ഓരോ പ്രായത്തിലുള്ള മൈൽ സ്റ്റോണുകളിലെ വ്യത്യാസങ്ങളും എല്ലാം കുറച്ച് ഡിലേ ആയിരിക്കാം മറ്റു കുട്ടികളെ അപേക്ഷിച്ച്. അത്തരത്തിലുള്ള കുട്ടികളിലും ചിലപ്പോൾ ഒരു സ്പീച്ച് ഡിലേ ഉണ്ടാവും. അതിനർത്ഥം അവർക്ക് സംസാരശേഷി ഉണ്ടാവില്ല എന്നുള്ളതല്ല, കുറച്ച് താമസിച്ചാലും അവർ വളരെ നന്നായിട്ട് സംസാരിക്കാൻ പിന്നീട് റെഡി ആയിക്കോളും. അങ്ങനെയാണ്. ഇനി ഈ ഒരു കാര്യത്തിൽ നമ്മൾ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട 5 വാർണിംഗ് സൈൻസ് ആണ് ഉള്ളത്. വളരെ പ്രധാനമായ ഈ 5 ലക്ഷണങ്ങൾ നിങ്ങളുടെ കുട്ടിക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ടതാണ്. 12 മാസത്തിനുള്ളിൽ അവർ കറക്റ്റ് ആയിട്ട് ബബിളിങ് ചെയ്യുന്നില്ല. അവിടെ ഇങ്ങനെ തുപ്പൽ വെച്ചിട്ട് കുട്ടികൾ വായിൽ ചെയ്യുന്ന ബബിളിങ്, അതുപോലെ ബാബ, ബേബി, മാമ പോലെയുള്ള ശബ്ദങ്ങൾ, അമ്മ എന്നുള്ള ശബ്ദങ്ങളൊന്നും അവർ മനസ്സിലാക്കുന്നില്ല. അതുപോലെ തന്നെ പേര് വിളിച്ചാൽ അവർ പ്രതികരിക്കുന്നില്ല. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പേര് വിളിച്ചാൽ അവർ പ്രതികരിക്കുന്നില്ല. അതുപോലെ തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, കണ്ണിൽ നോക്കുന്നില്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു രണ്ടാമത്തെ മൈൽ സ്റ്റോൺ ആയിട്ട് നമ്മൾ പറയുന്നത്, അവർ ഈ ഒരു 12 മാസത്തിനുള്ളിൽ അവർ കണ്ണിൽ നോക്കി സംസാരിക്കുന്നില്ല, ഇന്ററാക്ഷൻസ് കുറവാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ അനുകരിക്കുന്നില്ല. കുട്ടികൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ അനുകരിച്ച് ചെയ്യുക എന്നുള്ളത്. അത് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കളിക്കാനോ മറ്റു കുട്ടികളുമായിട്ട് ഇടപെടാനോ ഒന്നും താല്പര്യമില്ലാതിരിക്കുക. പിന്നെ ഒരു 18 മാസമായിട്ടും അല്ലെ ഒരു 1.5 വയസ്സായിട്ടും അമ്മ, വെള്ളം എന്നുപോലെ ഒരു 10-15ഓളം അർത്ഥമുള്ള വാക്കുകൾ പറയാതിരിക്കുക. 2 വാക്കുകൾ ചേർത്ത് അമ്മ, വാ, അല്ലെങ്കിൽ അച്ഛ, പോ അങ്ങനെയൊക്കെയുള്ള ഈ ഒരു വാക്കുകളൊന്നും കുട്ടികൾ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വാക്കുകൾ വ്യക്തമായി പറയുന്നില്ല, മറ്റൊരാൾക്ക്, അച്ഛനും അമ്മയ്ക്കും അല്ലാതെ മറ്റൊരാൾക്ക് ഈ വാക്കുകൾ കുഞ്ഞുങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാകുന്നില്ല. പിന്നെ അതുപോലെ മുന്നേ പറഞ്ഞിരുന്ന വാക്കുകളൊക്കെ മറന്നു പോകുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കുട്ടികൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാര്യമായി തന്നെ എടുക്കണം. ഇതൊക്കെ ഒരു ഡെവലപ്മെന്റൽ ഡിലേയോ അല്ലെങ്കിൽ ഓട്ടിസം പോലെയുള്ള മറ്റു രോഗങ്ങളുടെ ലക്ഷണമോ ആകാം. 5 വാർണിംഗ് സൈൻസ് എന്ന് പറയുമ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടീനെ ഒരു പീഡിയാട്രീഷ്യന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ അടുത്തോ ഒക്കെ കൊണ്ടുപോയി കറക്റ്റ് ആയിട്ടുള്ള ചെക്കപ്പുകളും ട്രീറ്റ്മെന്റുകളും നൽകേണ്ടതായിട്ട് ഉണ്ട്. ഇനി നമുക്ക് നോക്കാം, നിങ്ങളുടെ കുട്ടിക്ക് ഇത്തരത്തിലുള്ള കാര്യമായിട്ടുള്ള റെഡ് ഫ്ലാഗ്സുകൾ ഒന്നും ഇല്ല എങ്കിലും പക്ഷെ അവർ കാര്യമായിട്ടുള്ള വാക്കുകളൊന്നും സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ഇതിനൊന്ന് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്? കുട്ടിയോട് കൂടുതൽ സംസാരിക്കുക, അവരോട് ഒരുപാട് സംസാരിക്കുക, എപ്പോഴും സ്നേഹത്തോടെ ഒരുപാട് കാര്യങ്ങൾ അവരോട് പറയുക, അവർ തിരിച്ചു പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കുക. അതുപോലെ തന്നെ കഥകളും പുസ്തകങ്ങളും ഒക്കെ വായിച്ചു കൊടുക്കുക. ചിത്രങ്ങളുള്ള പുസ്തകങ്ങൾ കൂടെ വായിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അവർക്ക് ഓരോരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ പാട്ട് പാടുക, പദ്യങ്ങൾ പഠിപ്പിക്കുക, കവിതകൾ കേൾപ്പിക്കുക, അതുപോലെ പുതിയ പുതിയ സിനിമാ പാട്ടുകളൊക്കെ അവരെ കേൾപ്പിക്കുക. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് പല പുതിയ വാക്കുകളൊക്കെ മനസ്സിലാക്കാനും അത് പിന്നീട് ഉപയോഗിക്കാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ കളികളിലൂടെ പഠിപ്പിക്കുക, പുതിയ പുതിയ കളികൾ കളിക്കുക, അതുപോലെ ബ്ലോക്സ് വെക്കുക, ലെഗോസ് തുടങ്ങിയ കളികൾ വെക്കുമ്പോൾ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് ഇത് വളരെ നന്നായിട്ട് സഹായിക്കുകയും ഇത് കുട്ടികളുടെ ശ്രദ്ധയും അതിനോടൊപ്പം തന്നെ വാക്കുകൾ വളരാനും ഒക്കെ സഹായിക്കും. സ്ക്രീൻ ടൈം നന്നായി കുറയ്ക്കുക, പ്രത്യേകിച്ച് ടിവിയും മൊബൈലും ഒക്കെയുള്ള ഉപയോഗം കുട്ടികളിൽ നിയന്ത്രിക്കുക. കാരണം അവർ ഇതിനോട് ഇടപഴകുമ്പോൾ അവർ മറ്റൊരു ഇന്ററാക്ഷനും ഇല്ലാതെ അതിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നവരായിരിക്കും. അപ്പൊ അത് നന്നായിട്ട് കുറയ്ക്കുന്നതിലൂടെ നമുക്ക് കുട്ടികളുടെ സംസാരശേഷിയും വളർത്തിയെടുക്കാൻ കഴിയും. പിന്നെ അവരെ പുകഴ്ത്തലും പ്രശംസിക്കലും, അവരെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പുതിയ പുതിയ വാക്കുകൾ പറയുമ്പോൾ, പാട്ടുകൾ അവർ പാടി ശീലിക്കുമ്പോൾ ഒക്കെ അവരെന്ത് ചെയ്യുക, അവരെ പ്രശംസിക്കുക. ഇതിലൂടെ കുട്ടികൾക്ക് കൂടുതൽ എൻകറേജ്മെന്റ് കിട്ടുകയും അവർ വീണ്ടും വീണ്ടും പുതിയ വാക്കുകൾ പറയാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ അവർ തയ്യാറെടുക്കുകയും ചെയ്യും. സ്പീച്ച് ഡിലേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തിയെടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നതാണ്. അതിനോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, മുൻപ് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു വാർണിംഗ് സൈൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിദഗ്ധന്റെ സഹായം തേടുക തന്നെ വേണം.